السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. وعن ابن عباس رضي الله عنهما أن رسول الله صلى الله عليه وسلم كان يقول: إن الكرب لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. മുത്തഫഖുൻ അലൈഹി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂൽ ഇൻദൽ കറം, നിശ്ചയമായും ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വിഷമഘട്ടത്തിൽ പറയുമായിരുന്നു. പ്രതിസന്ധിയും അതുപോലെ തന്നെ വിഷമങ്ങളും ദുഃഖങ്ങളും നേരിടുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ പറയുമായിരുന്നു: ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഈ മഹത്തായ ദുആ, ഈ മഹത്തായ ദിക്ർ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. ഈ ദുആയുടെ പേര് തന്നെ ദുആഉൽ കർബ് എന്നാണ്, വിഷമഘട്ടത്തിലുള്ള ദുആ എന്നാണ്. അതുകൊണ്ട് ഈ ദുആ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ദുഃഖങ്ങളുണ്ടാകുന്ന സമയത്ത് ഈ ദുആനെ നാം അധികരിപ്പിക്കുക. ഏത് മല പോലത്തെ പ്രശ്നമാണെങ്കിലും മഞ്ഞ് പോലെ ആക്കി തീർക്കുന്ന മഹത്തായ ദുആ ആണ് ദുആഉൽ കർബ്. നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമഘട്ടത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അള്ളാഹു നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും എല്ലാ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു തരുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇതാണ് ആ പ്രാർത്ഥന. നാം ഇത് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. എല്ലാവരും എനിക്കും കുടുംബത്തിനിടയ്ക്ക് ദുആ ചെയ്യുക. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.